അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്താണ് CPM-ന്റെ ന്യായീകരണം? ഇപ്പൊ അറസ്റ്റ് ചെയ്തേ ഉള്ളൂ, അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, അത് കോടതിയിൽ വരട്ടെ. കോടതിയിൽ പത്മകുമാർ കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ കോടതി അങ്ങനെ വിധിക്കുകയാണെങ്കിൽ അന്നേരം നോക്കാം. അതാണ് CPM-ന്റെ ന്യായം. ഗോവിന്ദൻ മാഷ് അതാണ് പറയുന്നത്. ഇവിടെ കോൺഗ്രസ് അതല്ല ചെയ്തത്. രാഹുലിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ ശിക്ഷാ നടപടികൾ ആ ചെറുപ്പക്കാരനെതിരായിട്ട് എടുത്തു. എന്നിട്ടും കോൺഗ്രസിനെ എതിർപക്ഷം വളഞ്ഞു നിന്ന് ആക്രമിക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന് ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്നില്ല? ഈ നേതാക്കൾ എന്തിനാണ് പരസ്പരം പോരടിക്കുന്നത്? ഇത് കോൺഗ്രസിൽ മാത്രം കാണാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ പാർട്ടിക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ തന്നെ ഒരു നിലപാടെടുത്തതാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അതിനോട് യോജിച്ചു നിൽക്കുന്ന ആളാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും മറ്റൊരു അഭിപ്രായമല്ല ഉള്ളത്. അങ്ങനെ പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കൾ കൃത്യമായ ഒരു നിലപാടുമായി നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ എതിർപക്ഷവും മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് പ്രചരിപ്പിക്കുമ്പോൾ, ഇക്കാര്യത്തിൽ കോൺഗ്രസ് രണ്ടു തട്ടിലാണെന്ന് ചില മാധ്യമങ്ങൾ പറയുമ്പോൾ, എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അവർക്ക് പറയാനുള്ള ന്യായം ഒന്നിച്ചു നിന്ന് ഒരേ ശബ്ദത്തിൽ പറയാൻ സാധിക്കുന്നില്ല?